പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് LD ടൈപ്പിസ്റ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ആർട്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബാഗ് ഈസ് ₹240 ആൻഡ് ഗെയിൻ ഈസ് 20%. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങിയ വില അല്ലെ, വിറ്റ വിലയാണ് ചോദിക്കുന്നത്. എത്ര ലാഭം എത്ര ഉണ്ടായി? 20% ഉണ്ടായി. അപ്പോൾ വാങ്ങിയ വില 240ഉം പിന്നെ ലാഭം 20% എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 100%വും അതിന്റെ കൂടെ 20% കൂടിയും കൂട്ടിയതാണ് നമുക്ക് കിട്ടുന്ന വില അല്ലെ. അതായത് 240ന്റെ 120% എന്ന് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അതായത് എന്താണ്? വിറ്റ വില അല്ലെ, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണാം? 240 ഇൻറ്റു 120/100 ചെയ്താൽ മതി. അപ്പൊ എന്താണ് വരിക? 24 ഇൻറ്റു 12. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഈ ഗെയിൻ എത്രയാണ് എന്ന് നോക്കിയാൽ മതി. 240ന്റെ 20% നോക്കിയാൽ മതി. അപ്പൊ എത്രയാണ്? 48 അല്ലെ. 48 രൂപയും കൂടിയും കൂട്ടിയാൽ മതി. 240ന്റെ കൂടെ 48ഉം കൂടിയും കൂട്ടിയാൽ മതി. അപ്പൊ 288. ഇതാണ് എളുപ്പ വഴി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇത് പറഞ്ഞു തുടങ്ങിയത്. കാരണം ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണതാവും എളുപ്പം. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണതും എളുപ്പം ഏതാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സം ഓഫ് മണി becomes its double in 20 years. Find the annual rate of simple interest. അതായത് സാധാരണ പലിശ നിരക്കിലെ അതിന്റെ പലിശ കാണാനുള്ള വാക്യം എന്താണ്? I=PNR/100 ആണ് അല്ലെ. ഈ I എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് മുതൽ തന്നെ കിട്ടി എങ്കിലേ നമുക്ക് ഡബിൾ ആവുള്ളൂ അല്ലെ. മുതൽ തന്നെ കിട്ടി. അപ്പൊ P=PNR/100. ഈ പിയും ക്യാൻസൽ ചെയ്ത് പോയോ? അപ്പൊ ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? N20 ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 6 എങ്ങനെയാ കണ്ടുപിടിക്കുക? 6 ഈ 100 അങ്ങോട്ട് പോയ 100/20. അത് എത്രയാണ്? 5. അപ്പൊ 5% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If A is to B equal to 7:9 and B is to C equal to 5:7, then A is to C. അതായത് A is to B അവര് തന്നുണ്ടോ? ഉണ്ട്. 7:9 ആണ്. B is to C എന്ന് പറയുന്നത് എന്താണ്? 5:7 ആണ്. അപ്പൊ നമുക്ക് A is to C കാണണമെങ്കിൽ നമുക്ക് B രണ്ടിലും സെയിം ആക്കി വെക്കണം. അങ്ങനെ ആവുമ്പോ ഇത് സെയിം ആവണം എന്ന് പറഞ്ഞാൽ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും 45 ആവും. അപ്പൊ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വരും? 35:45 എന്താണ്? 63 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇനി A is to C അപ്പൊ ഇതെന്ന് എഴുതാം. ഏതാണ്? 35:63 ആണ് അല്ലെ. ഇതില് രണ്ടിലും 7 പോവണ കാരണം എന്താ എഴുതാം? 5 എന്തെന്ന് എഴുതാം? 9 എന്ന് എഴുതാം. അപ്പൊ A എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 35.5 meter per second. What is the distance covered by it in 40 minutes? അപ്പൊ ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 35.5 meter per secondലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് 40 മിനിറ്റ്സിൽ കാണാൻ 40 മിനിറ്റിനെ നമ്മൾ സെക്കൻഡ് ആക്കണം. അതെങ്ങനെയാണ്? 40 × 60 അല്ലെ. ഇനി അപ്പൊ എങ്ങനെയാണ് നമ്മള് ഏത് കാണാ? ഡിസ്റ്റൻസ് കാണാ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് അല്ലെ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടുന്ന് ഡിസ്റ്റൻസ് എങ്ങനെ കാണാ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. അപ്പൊ എന്താണ്? 35.5 ഇൻറ്റു 40 ഇൻറ്റു 60 അല്ലെ. 35.5
ഇൻറ്റു 40 ഇൻറ്റു 60. അപ്പം എത്ര വരും നോക്കൂ. പോയിന്റ് കഴിഞ്ഞാൽ 355 ഇൻറ്റു 4, 4 5 20, 2, 4 5 20 2 22, 2 3 4 12 2 14 ഇൻറ്റു 6 അല്ലേ. അപ്പോൾ 0 ഉണ്ട്, 6 2 12, 1 6 4 24, 1 25, 2 8, 85.2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇവര് എങ്ങനെയാണ് 0.2 ആയത്? 85 20 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ 85 20 എന്നുള്ളതില് പിന്നെ 2 പൂജ്യം കൂടി ചേർക്കണം. അതില് പോയിന്റ് ഒരെണ്ണം ഉണ്ട്, അപ്പൊ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇനിയുള്ളതില് നമുക്ക് ഇതിനെ കിലോമീറ്റർ ആക്കിയിട്ടാണ് അവർ വന്നേക്കണേ. അപ്പൊ കിലോമീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം അല്ലെ, 3 സ്ഥാനം നീക്കണം. അപ്പൊ എത്രയാണ്? 85.2 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the value of 1 minus 1 by 5 into 1 minus 1 by 6 into 1 minus 1 by 7 etc. into 1 minus 1 by 100. നോക്കൂ, 1 minus 1 by 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 by 5 ആണ് അല്ലേ. ഇനി 1 minus 1 by 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 by 6 ആണ്. ഇനി അടുത്തത് എന്താ വരിക? 6 by 7 വരും അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് വരുന്നത് എന്താവും? 99/100 ആവും അല്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും. നോക്കൂ, ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോ ഈ 99 വരെയും ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. അപ്പൊ ഇനി നമുക്കുള്ളത് എന്താണ്? 4/100 ആണ്. 4/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/25. 25 4 100. അപ്പൊ 1/25 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Pointing to a man, Deepika said, his son is the brother of my daughter's mother. How is Deepika related to the man? ഇത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഹിസ് സൺ ഈസ് ദ ബ്രദർ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് വരിക? ഡോട്ടർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കംസ് നെക്സ്റ്റ്? NVPS QYSV TBVY. നോക്കൂ, ആദ്യത്തെ ലെറ്റർ എടുത്ത N ആണ്. N കഴിഞ്ഞാൽ ഓയും പിയും ഇല്ല, പിന്നത്തെ ഫസ്റ്റ് ലെറ്റർ Q ആണ് വരുന്നത്. പിന്നെ ആറും എസും ഇല്ല, പിന്നത്തെ ലെറ്റർ T ആണ് വരുന്നത്. അപ്പൊ യുവും വിയും ഇല്ല, പിന്നത്തെ ലെറ്റർ എന്താ വരിക? W. W പറഞ്ഞ ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If today is Tuesday, what will be the day after 68 days? അതായത് ഇന്ന് ട്യൂസ്ഡേ ആണ് അല്ലേ. അപ്പോൾ ഇനി ട്യൂസ്ഡേ വരുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതാണ് ട്യൂസ്ഡേ വരിക. അപ്പൊ 68 ദിവസം കഴിഞ്ഞാൽ 70 ദിവസത്തില് ട്യൂസ്ഡേ വരും അല്ലേ. അതായത് 70 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 70ാമത്തെ ദിവസം ട്യൂസ്ഡേ വരും. അപ്പൊ 69ാമത്തെ ദിവസം എന്താവും? മൺഡേ ആവും അല്ലേ. അപ്പൊ 68ാമത്തെ ദിവസം എന്താവും? സൺഡേ ആവും. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0.46 ഇൻറ്റു 0.46 പ്ലസ് 2 ഇൻറ്റു 0.46 ഇൻറ്റു 0.54 പ്ലസ് 0.54 ഇൻറ്റു 0.54 ഡിവൈഡഡ് ബൈ 0.5. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാ? ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ. 0.46 ഇൻറ്റു 0.46 കാണാൻ നോക്കരുത്. ഇത് എന്താണ്? എ ആണെന്ന് വിചാരിക്കുക. 0.46. അപ്പൊ A² എന്നുള്ള ഫോമിലാണ്. ഇത് 2AB എന്നുള്ള ഫോമിലാണ്. ഇത് B² എന്നുള്ള ഫോമിലാണ്. അപ്പൊ എന്താണ് ഇത്? A+B² ആണ് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതണം. 0.46 പ്ലസ് 0.54² അതായത് ഇത് എത്ര വരും? 0.46ഉം 0.54ഉം കൂടിയ 1 ആണ് വരിക. 1² എന്ന് വരും. ഇനി താഴെയുള്ളത് എന്താണ്? 0.5 ആണ്. 0.5നെ എന്തെഴുതാം? 5/10 ആണ്.
അപ്പൊ ഇത് അങ്ങോട്ട് പോവും അല്ലെ, 10/5 ആവും. അപ്പൊ എന്താണ് ആൻസർ? 2 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഇഫ് ദ ക്ലോക്ക് ഷോസ് ടൈം 12:40? അതായത് 12:40 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ഒരു സൂചി 12-ലും പിന്നത്തെ സൂചി ഏതിലാവും? 8-ലും ആവും അല്ലെ. ഇതിന്റെ ഇട എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇടകളുണ്ട്. 12 - 8 എന്ന് പറയുന്നത് 4 ഇടകളുണ്ട്. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി ആണ്. അപ്പൊ 4 ഇടകൾ ചേർന്ന 120 ഡിഗ്രി ആയി. ഇനി എന്താണ്? ഇനി നമ്മൾ പറയണത് എത്ര മിനിറ്റ് ഉണ്ട്? 40 മിനിറ്റും കൂടി ഉണ്ട് അല്ലെ. അതിനുള്ള ഡിഗ്രി എന്ന് പറയുന്നത് 40/2 ഡിഗ്രി ആണ്. അതായത് 20 ഡിഗ്രി വരും. 20 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഭാഗത്താണ് വലിയത് എങ്കിൽ, വലിയ സംഖ്യ ഈ ഭാഗത്താണ് എങ്കിൽ നമ്മൾ കൂട്ടണം. അല്ല ഈ ഭാഗത്താണ് വലിയ സംഖ്യ പറഞ്ഞെങ്കിൽ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ 120ഉം 20ഉം കൂടി കൂട്ടിയപ്പോ 140 ഡിഗ്രി. അതാണ് ആൻസർ. സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.